ഇപ്പോൾ നാം ഈ കാണുന്ന രീതിയിലുള്ള ഫ്ലിക്കറിംഗ് എഫക്റ്റ് നിങ്ങളുടെ വീഡിയോകൾക്ക് എങ്ങനെയാണ് നൽകേണ്ടത് എന്ന് നോക്കാം. ഫോണിൽ നിന്നും കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവയിൽ നിന്നും 16:9 എന്ന ഈ റേഷ്യോയിലുള്ള പുതിയ ഒരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുക. ഈ മീഡിയ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ഫോൾഡറിൽ നിന്നും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ ഡ്യൂറേഷൻ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്തിയ ശേഷം വീണ്ടും ഈ മീഡിയ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മീഡിയ ബ്രൗസറിൽ നിന്നും ഫ്ലിക്കർ എഫക്റ്റ് കൊടുക്കേണ്ട ഫയൽ അഥവാ വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്യാം. ഇതാ ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഫയൽ ടൈം ലൈനിൽ വന്നിട്ടുണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്നും ഈ സ്ക്വയർ സിമ്പലിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം ഓപ്പൺ ചെയ്ത ഫയൽ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ഓഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓഡിയോ ബ്രൗസറിൽ നിന്നും വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യേണ്ടതാണ്. ഈ പ്ലസ് സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതായ മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഫ്ലിക്കറിംഗ് എഫക്റ്റ് തുടങ്ങേണ്ടതായ പൊസിഷനിൽ ഈ കർസർ അഥവാ ഈ പ്ലേബാക്ക് ലൈൻ വളരെ ശ്രദ്ധാപൂർവം ഇതുപോലെ വെക്കുക. പിന്നീട് ഈ ലെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മീഡിയ ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഫോൾഡറിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ഇതാ ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ലെയർ ടൈം ലൈനിൽ വന്നിട്ടുണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്നും ഈ സ്ക്വയർ സിമ്പലിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം ഓപ്പൺ ചെയ്ത ബ്ലാക്ക് കളർ ലെയർ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ടൈം ലൈനിൽ നിന്നും ഈ ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിന്റെ ലെങ്ത് ഇതുപോലെ മാക്സിമം ചെറുതാക്കുക. പിന്നീട് ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഈ ലെയറിന്റെ ഒരു കോപ്പി എടുക്കേണ്ടതാണ്. ഇപ്പോൾ നാം കോപ്പി എടുത്ത ലെയറാണ് താഴെ വന്നിരിക്കുന്നത്. വേണമെങ്കിൽ ഈ ലെയറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും ആവശ്യമുള്ള അത്രയും കോപ്പികൾ ഇതുപോലെ എടുക്കേണ്ടതാണ്. പിന്നീട് ഈ ഓരോ ലെയർ സെഗ്മെന്റുകളും ഇങ്ങനെ ഒരു നിശ്ചിത അകലം പാലിച്ച് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇവിടെ നിന്നും ആദ്യത്തെ ലെയർ സെഗ്മെന്റിന് മുന്നിലെത്തി ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഈ സെഗ്മെന്റിന്റെ ഒരു കോപ്പി എടുത്തുകൊണ്ട് അടുത്ത ഫ്ലിക്കറിംഗ് എഫക്റ്റ് തുടങ്ങേണ്ട പൊസിഷനിൽ വെക്കുക. ആദ്യത്തെ ഫ്ലിക്കർ എഫക്റ്റിനായി നാം ചെയ്ത സ്റ്റെപ്പുകൾ തന്നെ ഇവിടെയും ആവർത്തിക്കേണ്ടതാണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്തു വെക്കുന്ന ഈ സെഗ്മെന്റുകൾ തമ്മിലുള്ള അകലവും എണ്ണവും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഫ്ലിക്കറിംഗ് എഫക്റ്റ് ആവശ്യമുള്ള എല്ലാ ഇടങ്ങളിലും ഈ സ്റ്റെപ്പുകൾ ഇതുപോലെ തന്നെ ആവർത്തിക്കേണ്ടതാണ്. ഈ വീഡിയോയ്ക്ക് അനുബന്ധമായി ഏതെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ നിന്നും ലെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ടി എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് വേണ്ട ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ശേഷം ഓക്കെ കൊടുക്കുക. ഇവിടെ നിന്നും ഈ ടെക്സ്റ്റ് എൻലാർജ് ചെയ്തുകൊണ്ട് വേണ്ട പൊസിഷനിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും ടെക്സ്റ്റിന് അനുയോജ്യമായ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യേണ്ടതാണ്. വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടെക്സ്റ്റിന് യോജിച്ച ഒരു കളർ കൂടി ഈ രീതിയിൽ സെലക്ട് ചെയ്യാം. പിന്നീട് ഇവിടെ നിന്നും ഓവറോൾ ആനിമേഷൻ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവയിൽ നിന്നും ഫ്ലിക്കർ എന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും അവസാനമായി ടൈം ലൈനിന് മുന്നിലെത്തി ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോ പ്ലേ ചെയ്ത് നോക്കി വേണ്ട മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.